കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. കോൺഗ്രസ് പ്രവർത്തകനും ഭിന്നശേഷിക്കാരനുമായ ഷാനവാസിനെയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPI അഞ്ചൽ മണ്ഡലം കമ്മിറ്റി അംഗവുമായ T. തുഷാര അധിക്ഷേപിച്ചത്. തുഷാര പ്രതിദാനം ചെയ്യുന്ന കുളത്തൂപ്പുഴ വാർഡിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപനം നടക്കുന്ന ചടങ്ങിൽ അർഹരല്ലാത്തവരെ ആദരിച്ചു. ഇത് വാർഡിലെ താമസക്കാരൻ കൂടിയായ ഷാനവാസ് ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് വാക്കേറ്റവും നടന്നു. ഇതിന് പിന്നാലെയാണ് ഭിന്നശേഷിക്കാരൻ കൂടിയായ ഷാനവാസിനെ ശാരീരികമായും മാനസികമായും തുഷാര വാർഡിലെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേര് പറയാതെ അധിക്ഷേപിച്ചത്. കുമരങ്കരിക്കത്ത് ഒരു വെള്ളപ്പട്ടി ആളുകൾക്ക് നേരെ കുരച്ചുകൊണ്ട് ചാടിച്ചെല്ലുന്നതായി അറിയുന്നു എന്ന് തുടങ്ങുന്ന പോസ്റ്റ് പേപ്പട്ടിയോട് ഉപമിക്കുകയും നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയുമാണ് അവസാനിപ്പിക്കുന്നത്. പോസ്റ്റ് വിവാദമാകുകയും ഗ്രൂപ്പിലൂടെ പ്രതിഷേധമുയരുകയും ചെയ്തതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഒള്ളിയാക്കി തടിയൂരാൻ ശ്രമം തുടങ്ങി. ഇതോടെ പ്രതിഷേധം സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് പൊതു ഇടങ്ങളിലായി. ആദ്യം BJP പ്രവർത്തകരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച BJP പ്രവർത്തകർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പറയാൻ ആഗ്രഹിക്കുന്നത്, കുളത്തൂപ്പുഴയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കുകയും എന്നാൽ ആ വ്യത്യസ്തങ്ങളുടെ ഇടയിൽ തന്നെ വ്യക്തിപരമായി അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാമൂഹിക സാഹചര്യം നിലവിലുള്ള സ്ഥലമാണ് കുളത്തൂപ്പുഴ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാതെ, സംസ്കാരം എന്നത് എന്താണെന്ന് പോലും അറിയാതെ ഈ കുളത്തൂപ്പുഴയുടെ ഭരണസിരാകേന്ദ്രത്തിൽ ഇരിക്കുന്ന വൈസ് പ്രസിഡൻറ്റും കുളത്തൂപ്പുഴ വാർഡിൻ്റെ പ്രതിനിധിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട തുഷാര മെമ്പർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള വാട്സപ്പിൽ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അവരുടെ പ്രവർത്തനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആ നാട്ടിലെ തന്നെ ദിവ്യാംഗനായിട്ടുള്ളൊരു പൊതുപ്രവർത്തകനെ തികച്ചും പ്രാകൃതമായ രീതിയിൽ, അതായത് പേപ്പട്ടിയോടുകൂടി ഉപമിക്കുന്ന രീതിയിൽ ഇന്നലെ രാത്രിയിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ച കോൺഗ്രസും തുഷാര CPIക്ക് അപമാനമാണെന്ന് തുറന്നടിച്ചു. ബഹുമാനം മറ്റാരും കാണിച്ചില്ലെങ്കിൽ ഒരു ജനപ്രതിനിധി കാണിക്കണ്ടേ? എന്തിനാണ് ഇവിടെ പടിയും ഒരു റാമ്പും ഉണ്ടാക്കിയിരിക്കുന്നത്? പഞ്ചായത്തിൻ്റെ പുതിയ ഓഫീസ് കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ പടി മാത്രം പോരെ? എന്തിനാണ് ഇവിടെ ഇത്രയും ബുദ്ധിമുട്ടി ഒരു റാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്? അംഗപരിമിതർക്ക് സമൂഹം കൊടുത്തിരിക്കുന്ന പ്രത്യേക പരിഗണന ഞാൻ അടിവരയിട്ട് പറയുന്നു. ആ പ്രത്യേക പരിഗണനയിൽ ഉൾപ്പെടേണ്ടവരാണ് ശ്രീ ഷാനവാസ് അടക്കമുള്ള സമൂഹത്തിലെ ന്യൂനപക്ഷം. അവരെ മാനിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ അവരെ അപമാനിക്കുക, മൊണ്ടിപ്പട്ടി എന്ന് വിളിക്കുക, ഇങ്ങനെ ഒരു ജനപ്രതിനിധിയുടെ വായിൽ നിന്നും ഉയർന്നു വരാൻ കൊള്ളാമോ? സമൂഹം ആലോചിക്കണം. ഇത് കോൺഗ്രസ്സുകാരുടെ പ്രശ്നമല്ല. ഈ നാട്ടിലുള്ള എല്ലാവരും CPI, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇടത് ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ് വലത് കമ്മ്യൂണിസ്റ്റുകാർ, CPIക്കാർ. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും വളരെ സൗമ്യതയോടുകൂടി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ് CPIക്കാർ. രാഷ്ട്രീയം അരമരുന്നാണോ ഒരമരുന്നാണോ പച്ചമരുന്നാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഇവരൊക്കെയാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശാപം. അപ്പം ഏറ്റവും നല്ല
നല്ല ഭാഷ ഉപയോഗിക്കുന്ന CPI-ക്കാർ ആ പാർട്ടിയുടെ ഒരു പ്രവർത്തകയുടെ വായിൽ നിന്നും വീണ കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോലും ഉണ്ടാകാത്ത ഈ പൂരപ്പാട്ട് കുളത്തൂപ്പുഴ ജനങ്ങൾ വിലയിരുത്തണം. അധിക്ഷേപത്തെ നിയമപരമായി നേരിടുമെന്ന് ഷാനവാസ് പറഞ്ഞു. അതേസമയം CPIയുടെ വനിതാ നേതാവായ തുഷാരയുടെ പ്രവർത്തനം പാർട്ടിക്ക് സ്ഥിരം തലവേദനയാകുകയാണ്. ബജറ്റിൽ തുഷാര ഉൾക്കൊള്ളിച്ച വാചകം വിവാദമാകുകയും മുന്നണിക്കുള്ളിൽ നിന്നു തന്നെ ശക്തമായ പ്രതിഷേധം ഉയരുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോഴുള്ള പുതിയ വിവാദം. പഞ്ചായത്തിലെ പ്രതിപക്ഷം നടത്തിയ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചതും തുഷാരയുടെ വാട്സപ്പ് പോസ്റ്റ് ആയിരുന്നു. പാർട്ടിയെയും മുന്നണിയെയും നിരന്തരം വെട്ടിലാക്കിയിട്ടും CPI നേതൃത്വം മൗനം പാലിക്കുന്നതിൽ കുളത്തൂപ്പുഴയിലെ ഒരു വിഭാഗം CPI പ്രവർത്തകരും നേതാക്കളും വലിയ അമർഷത്തിലാണ്. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ.